എവിടാടാ നീ? 3 വർഷമായി പോയിട്ട്. ഉണ്ടോ, ഉറങ്ങിയോ, ചത്തോ, ജീവനുണ്ടോ എന്നൊന്നും അറിയില്ല. മതിയാക്കിക്കൂടെ? തിരിച്ചു വന്നൂടെ നിനക്ക്? ആദി, സമയം 7 പെട്ടെന്ന് എണീറ്റ്. എനിക്കോ ആദി, നീ ഇന്ന് കഴിക്കാൻ വരുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ വിളമ്പ് വെക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെയായി. ഇല്ലമ്മേ, കഴിക്കാനൊന്നും സമയമില്ല. ഇന്ന് ഫ്രഷസ് ഡേ ആണ്. പുതിയ പിള്ളേരൊക്കെ ഉണ്ടാവും. അവരെ അവരുടെ ക്ലാസ്സിലോട്ടൊക്കെ ഗൈഡ് ചെയ്യാൻ ഞങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് ഇറങ്ങുക. തുടങ്ങി അവന്റെ സേവനം. രാവിലെ തന്നെ ഇറങ്ങിക്കോണം. 3 മണിക്കൂത്തിൽ ആശ്രമം വിളിച്ച് കയ്യിൽ ഒരു കൊടിയുടെ കുറവ് മാത്രമേ ഇനിയുള്ളൂ. തുടങ്ങിക്കോണെ രാവിലെ എണീറ്റതും പോയി വല്ല വാഴയ്ക്കും വെള്ളം ഒഴിക്കാൻ നോക്കും മനുഷ്യ. എന്റെ കൃഷ്ണ, ഈ ഫുഡൊക്കെ ഞാൻ ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കി വെക്കുന്നത്? കുഞ്ഞാ, പൊന്നെ കഴിക്കാൻ വന്നേ. സമയം കുറെ ആയല്ലോ, പെട്ടെന്ന് വാ. അവള് വന്നോളും, നീ ചുമ്മാ കിടന്ന് കാറാതെ. അത് ശരി, ഇന്ന് കോളേജിലോട്ട് നേരത്തെ കാലത്ത് പോകേണ്ടതാ. ആദ്യത്തെ ദിവസം കൂടിയാ. അന്നക്കുട്ടിയാണെ അവിടെ കോളേജിൽ കാത്തു നിൽക്കാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ വേഗം പോകണ്ടേ? ഓ ആയിക്കോട്ടെ. ത്രേസ്യാമ്മ ചേട്ടത്തി, എന്തൊക്കെയുണ്ട് വിശേഷം? കൊച്ചുമോള് വന്നത് കേട്ടല്ലോ. ഓ അതേടെ കൊച്ചനെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കോളേജിലും ചേർത്തിരിക്കുക. പോവാനായിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒരുങ്ങുന്നുണ്ട്. കുഞ്ഞാ, നീ ഇന്നെങ്ങനെ ഇറങ്ങി വരുമോ? ആദാ വരുന്നു. എന്റെ പൊന്നെ, ആ ഫോൺ അങ്ങ് മാറ്റി വെച്ച് വെള്ളം കഴിക്കേ. എങ്ങനെ പോയ കൊച്ച? ആ ലണ്ടനിൽ പോയി ആകെ കോലം കേട്ട് മെലിയിൽ തൊഴിൽ ചാവാറായിട്ടുണ്ട്. ആ ഫോൺ മാറ്റി വെച്ച് ആ കപ്പയും കൂട്ടി വെള്ളം എടുത്ത് കഴിക്കാൻ നോക്ക്. ഇതിലേതാ ഇഷ്ടം വെച്ച് നോക്കിയെടുത്ത കഴിച്ചേ. എനിക്കൊന്നും ഇഷ്ടമല്ല. മര്യാദയ്ക്ക് കഴിച്ചോണം, ഇല്ലേ വായിൽ തിരിക്കാൻ ഇടും ഞാൻ. പറഞ്ഞേക്കാം. ബേബി, എത്രയായി നിന്റെ അടുത്ത് നിന്ന് കിടന്നിട്ട്? I missed you so much. ഇവിടെ എന്താ നടക്കുന്നത്? ബേബി, അയ്യോ മാറിപ്പോടാ. അയ്യോ അമ്മച്ചി.
ആ എന്റെ നടു. സത്യം പറയണം, എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഓഫ് കോഴ്സ് ദുരുദ്ദേശം. അയ്യേ, എടാ വൃത്തിയേട്ടാണ്. നിങ്ങളുടെ ലീലാവിലാസങ്ങൾ ഞാൻ മാത്രം കണ്ടാ പാടുള്ളൂ, ബാക്കിയുള്ളവരും കൂടെ കാണട്ടെ. സെന്റ്. ആ മതി. രണ്ടിന്റെ സ്നേഹപ്രകടനം കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങുക. കോളേജ് പോകണതാ. നല്ല ബോധമുണ്ടോ? ഓക്കെ ബോസ്. ഷർട്ട് മാറ്റി പെർഫ്യൂം അടിച്ചാൽ ഞാൻ റെഡി. കുളിയും നനയില്ലാത്ത സാധനം. ആഹാ, കൂട്ടിന് വരാനേ ഒന്ന് കുളിക്കാം. എന്തേ പോരുന്നു? ഓ വേണ്ട. ബേബി വാ തുറന്ന ചെരുപ്പൂരി അടിക്കുന്നേ. ഈ പല്ലുവേക്കൊക്കെ ആരാണോ കണ്ടുപിടിച്ചത്? ഈ തള്ള രാവിലെ എണീറ്റും തുടങ്ങി നിനക്ക് പഠിക്കാൻ. എന്റെ കൃഷ്ണ, നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? 2 ഇഞ്ച് നീളമുള്ള കോണകം പോലത്തെ സാധനം ഇട്ട് നടപ്പ് കണ്ട ആരൊക്കെയോ ആയിരുന്ന വിചാരം. അത് ആഹാ, നോക്കി പേടിപ്പിക്കുന്നോ? പെണ്ണുമ്പളെ നിങ്ങളെ ഞാൻ എന്ത് നിങ്ങളുടെ അമ്മായിപ്പടെ ശ്രീധരങ്ങളുടെ സ്ഥലം കരുതി പെണ്ണുമ്പളെ. ഇത് അവിടെ നല്ല സ്ഥലമല്ലോ, എല്ലായിട്ട് കളിക്കാൻ പാടില്ല. ഇതേ പെണ്ണെ, മര്യാദയ്ക്ക് സംസാരിച്ചോണം. ഓ ഇല്ലേ, നിങ്ങൾ കുറെ ഉണ്ടാക്കും. അയ്യോ, രാവിലെ തന്നെ ഇങ്ങനെ തുടങ്ങിയോ? ഇങ്ങനെ പോയാൽ മിക്കത് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അയ്യോ, ഇത് കുരിശുപള്ളി വെടിയും കൊണ്ട്. അയ്യോ, തീവ്രവാദികൾ കയറി വരുന്നേ. എന്നെ ഇപ്പൊ കൊല്ലുവേ. ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കേ. എന്റെ കുരിശുപള്ളി മാതാവേ. അയ്യോ സാറ എന്താ പറ്റേ? എണീച്ചേ സാറാ. എന്റെ ജീവഗീസ് പുണ്യാളാ, ദൂരപ്പോ സോതാരേ, എന്നെ കൊല്ലല്ലേ സാറ. അയ്യോ, ഞാനിതോടാ ടിപ്പു സുൽത്താന്റെ കൂടെ യുദ്ധത്തിന് വന്നിരിക്കുക. ആ അങ്ങനെ പറ, ചുമ്മാതല്ല കുറെ ബഹളം കേട്ടെ. വൈദവേ, ഈ ടിപ്പു ആരാ? എന്റെ പൊന്നു സാറാ, ടിപ്പു ആരാന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നീ ഇവിടുത്തെ യുദ്ധത്തിനൊരു തീരുമാനം ഉണ്ടാക്ക്. ഇവിടുത്തെ യുദ്ധോ? ഇങ്ങ വാ. എടി നത്തോടി, അവളുടെ ഒരു അണ്ണൻ ചപ്പിയ മോന്തയും ഒരു കോണകം 4 മീറ്റർ നീളമുള്ള നാവും വെച്ച് രാവിലെ തന്നെ ഇറങ്ങിക്കോ, മനുഷ്യന്റെ ശൗര്യം കളയാൻ. ഇത് തള്ളേ, ഒരു മതിൽ അവിടെ ഉണ്ടെന്നുള്ള കാര്യത്തില് ഓരോന്ന് വിളിച്ചു പറയാൻ നിൽക്കണേ. ഇത് അന്നമ്മയാ. ഏത് മതിലും മരവും ഞാൻ ചാടിക്കയറി വരും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നൊന്നും ചെയ്യല്ലെന്ന് പറയാൻ ഈ അന്നമ്മ ഓർത്തോടില്ല. എന്താണിവിടെ യുദ്ധമോ? അതൊന്നും പറഞ്ഞു നിൽക്കാൻ ടൈമില്ല. എന്തേലും ചെയ്ത് അവിടെ എന്നെ വിളിച്ചു വാ. അന്നമ്മോ എന്നു പറയാ അവിടെ? ഈ പെണ്ണപ്പള ഞങ്ങൾ പെണ്ണപ്പള വായടിച്ചില്ലെങ്കിൽ വെട്ടി നോക്കിയ കഷ്ണാക്കി ഞാൻ പട്ടക്കിട്ട് കൊടുക്കും. അന്നമ്മോ ഡോണ്ടു, നീ ഇന്ന് വന്നേ. നമുക്ക് എന്തായാലും പറഞ്ഞ് പരിഹരിക്കാം. എന്താ കാര്യം? ഈ തൊള്ള ഞാൻ നിക്കറിട്ടാനും കമ്പിലടിക്കാം. അതും പോരാത്ത വേസ്റ്റ് വേണം നമ്മുടെ പറമ്പിലൊക്കെ. ഓഹോ, അത്രേ ഉള്ളൂ? ഇതൊക്കെ സില്ലി മാറ്റർ. മാറി നീക്ക അങ്ങോട്ട്. പോ തടയരുത്. വന്നേക്കുന്നു അന്ത ഭയം ഇരിക്കട്ടു. നീ വാടിയണമോ? നമ്മളോട് കളിച്ചാ എങ്ങനെ ഇരിക്കും? അല്ല പിന്നെ
നിങ്ങളുടെ കൂടെയൊക്കെ ഇരിക്കുന്ന എന്നെ സമ്മതിക്കണം. അതെന്താടി പോയി അങ്ങനെ ടോക്ക്? ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ നിൽക്കാതെ പോയി ഒരുങ്ങി വാ. സമയം 10:30 ആവുന്നു. ഇനി എപ്പോ കോളേജിൽ പോവാനാ? ഇതെന്തൊരു വീഡിയോ? ഇതെന്താ? ഒയ്യേ, എന്തോന്നത്? എസ്തു ടൈം എന്തായി? 11 ആവുന്നു. ആ അധികം ലേറ്റല്ല. വാ, എനിക്കിവിടെ ഒരാളെ തൂക്കാനുണ്ട്. അതാരാ? ആ അതൊക്കെ ഉണ്ട്, വഴി അറിഞ്ഞാ മതി. വാ പോവാ. ഇവിടുത്തെ എന്ത് നോക്കിൽക്ക? സാറമ്മേ അങ്ങോട്ട് നോക്കാം. ആദ്യം എന്താ കാണാത്തെ? അവന്റെ സ്പീച്ച് കൂടതാ. അത് കഴിഞ്ഞ് വേണം ക്ലാസ് കയറി വല്ല 4 വാക്ക് പഠിക്കാൻ. എന്തിനാ 4 വാക്ക് പഠിക്കുന്നത്? ഒരെണ്ണം പറഞ്ഞ് പുറത്തിറങ്ങി വാങ്ങിക്കോട്ട്. കൊള്ളൂലല്ലേ? എനിക്കറിയാം. അതിന് നീ എന്തിനാ നോക്കുന്നേ? എന്റെ ചക്കരേ, നീ 4 മീറ്റർ അപ്പുറത്ത് പോയി സംസാരിച്ചാ മതി. മാറി നിൽക്ക കഷ്മല. ഓ, അവന്റെ ഒരു തമാശ. ഓ തുടങ്ങി അവള്. നീ അവന്റെ മുഖത്തേക്ക് നോക്കുന്നു, ഞങ്ങള് പോക്കോ. എവിടേക്കും പോയില്ല. വൈകില്ല. അയ്യോ അവിടെ ആ മനോഹരാൻസിന് അവിടെ നിൽക്കുന്നുണ്ട്. ഞാനൊന്നുമില്ല, അതിനെ കാണുമ്പോ തന്നെ എനിക്കെടുത്ത് ചവിട്ടോട്ടലിടാൻ തോന്നും. ജസ്റ്റി, നിന്റെ മുതലെത്തി. മുതല കർത്താവേ, ഞാനിപ്പോ ഇവിടെ എങ്ങനെ രക്ഷപ്പെടും? ഇത് എവിടേക്കാ പോന്നെ? അവിടെ നിക്ക്. ഞാൻ കൊറേ മിസ് ചെയ്തു. കേശവൻ ഞാൻ ആകെ ഓർത്ത മുഖം അതെന്റെ ജസ്റ്റിസ് ചായന്റെ അറിയോ? ഓ വേണ്ടായിരുന്നു. ജസ്റ്റിസ് ചായൻ എന്നെ മിസ് ചെയ്തോ? ഇല്ല. അതെന്താ? അവൻ ഓർക്കാനേ വേറെ നല്ല മുഖങ്ങളുണ്ട്. പോയി എന്നെ മാത്രം ഓർത്തിരിക്കാവും അല്ലേ ജസ്റ്റിസ് ചായ? അല്ല, ഇതാര്? അന്നമ്മോ? ലോങ് ടൈം നോ സീ. നോക്കി പേടിപ്പിക്കാതെ ഉണ്ടക്കണി. എന്റെ മറ്റവളും മറിച്ചവളും എല്ലാം നീയല്ലേ എന്റെ അന്നമ്മോ? ഓ ഒന്ന് ഇറങ്ങിപ്പോടാ. കൂടെ വരാൻ അന്നമുണ്ടയോ? ഞാൻ എങ്ങോട്ട് വേഗം പോവാൻ റെഡിയാ. പോരുന്നു എന്റെ കൂടെ? ഇവനെ ഞാനിന്ന്. അയ്യോ വേണ്ട അന്നമ്മേ, ഇങ്ങ് വന്നേ. വിടസ്തു, അവരെന്തേലൊക്കെ കാണിക്കട്ടെ. ഇയാളെന്താ എന്നെ നോക്കാത്തെ? ഇതിനെങ്ങനെയും ഓടിച്ചു വിടണം, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ശല്യമാണല്ലോ ഇത്. അയ്യോ നോക്കി. ഓ ഇതിനിത് എന്തുവാ? ജസ്റ്റിസ് ചായനോട് കുറച്ച് റൊമാൻറ്റിക് ആവാൻ ഇന്നത്തെ കേഡ്രാമയിലെ പോലെ കണ്ണർക്കി വീഴ്ത്തിയാലോ? ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ് സാറ. ജസ്റ്റിസ് ചായ
സഖാവേ, ഇതിന്റെ കണ്ണിന് വല്ല പ്രശ്നമുണ്ടോ എന്തോ. മൈൻഡ് ആക്കാതിരിക്കാം. അയ്യോ ഏറ്റില്ലെന്ന് തോന്നുന്നു. മറ്റേ സ്മൈല് വീഴ്ത്തിയാലോ? ആ ഇതിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ഇങ്ങനെ എന്നാ ഒന്ന് നോക്കിയാലോ? പാട്ട് പാടിയാലോ? ആന്റിക്ക് മുകളിൽ നിന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് വല്ലതും കിട്ടിയതാണ് ഇനി. എന്തുടാ ഇതിന് വയ്യേ? എന്ത് ജസ്റ്റിസായ? അത് പിന്നെ അല്ലെ വേണ്ട, നോക്കണ്ട. അമ്മയെ പേടിയാവുന്നു. ഇഷ്ടായെന്ന് തോന്നുന്നു. വളഞ്ഞു വളഞ്ഞ് കൊച്ചു കള്ളൻ. ആദ്യമായിട്ട് വരുന്നുണ്ടല്ലോ. അല്ല, എന്താ ഇവിടെ എല്ലാരും കൂടി ഒരു വട്ടമേശ സമ്മേളനം? എന്താ നടക്കണേ? എന്തൊക്കെയോ നടക്കുന്നു. അതെ, ഞാൻ എന്റെ അന്നമ്മയുടെ പുറകെ നടക്കുന്നു. ഓ, ഈ കാട്ടുകോഴി കൊണ്ട് വലിയ ശല്യമാണല്ലോ. ആഹാ, എന്റെ മോന്ത കണ്ടിട്ട് കാട്ടുകോഴിയെ പോലെ തോന്നിയോ? എങ്കിലേ യു ആർ ഇൻ ലവ് വിത്ത് മീ അന്നമ്മോ. നിന്റെ കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണത്തിന് പോകുന്നുണ്ട്. പോരുന്നു എന്റെ കൂടെ, എന്റെ ബാലിയായിട്ട്. നിന്നെ ഞാൻ അന്നമ്മേ, ഇങ്ങോട്ട് വാ നീ. എന്റെ പൊന്നെ, ഇതേറെ പുതിയ ഐറ്റം. അന്നമ്മ, ദിയ, എത്ര നാളെ കണ്ടിട്ട്? നീ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തോട് കാത്തിരിക്കാൻ തുടങ്ങിയതാ ഞാൻ. ഇനി എന്താ, എപ്പോഴെന്നെ കാണാലോ. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ എന്റെ അന്നക്കുട്ടി? ഗായ്സ്, ഇതെന്റെ കസിൻ ദിയ. ആൾ ലണ്ടനിലായിരുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെ തന്നെ കാണും. ഹായ് ഡിയ. ഹായ്, ഞങ്ങൾക്കറിയാട്ടോ. അന്നമ്മ നിന്നെ പറ്റി എപ്പോഴും പറയാറുണ്ട്. ഹായ് ഡിയ, ഞാൻ അർജുൻ. ചോദിച്ചില്ല, അവിടെ മാറിക്കടാ വയ്യാത്തവൻ. ഇത് ജസ്റ്റ്. ഹായ് ഡിയ. ഇത് ആര്യൻ. ഹലോ, നൈസ് ടു മീറ്റ് യു. ഗേൾസിന് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് അറിയാം ഇയാളെ പറ്റി. ഓ, അന്നമ്മ പറഞ്ഞു കാണൂലേ? ആണേ, അവൾക്ക് അതിനേ സമയമുള്ളൂ. ഇത് ആദ്യേട്ടാ. എന്താ ആദ്യേട്ടൻ ഇവിടെ എന്ത് ചെയ്യുക? ഏട്ടനെല്ലാം ഓഡിറ്റോറിയത്തിൽ അന്വേഷിക്കുക. പെട്ടെന്ന് വാ, പോവാം. വരാം. ഗൈസ്, നിങ്ങൾ അങ്ങോട്ട് വന്നിക്കേ. അവളെ കയ്യിൽ കയറി പിടിച്ചു. ഇവൾക്ക് ഇത് എന്തുവാ? നിന്റെ അതേ അസുഖം. എന്താ? അയ്യോ, അതൊന്നുമില്ല. നിങ്ങൾ വന്നേ, വാ നമുക്ക് പോവാം. ഓക്കെ ബേബി, പോവാം. അതേട്ടാ, ഏട്ടന് അത്യാവശ്യമായിട്ട് പ്രിൻസിപ്പൽ കാണണമെന്ന് പറഞ്ഞു. ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ഓക്കെ, പോവാം. ഇനി നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിനെ പറ്റി പറയാനായിട്ട് നമുക്ക് നമ്മുടെ ആദ്യേട്ടനെ വിളിക്കാം. ആദ്യേട്ടാ, വരൂ. ഇല്ലല്ല, ഒട്ടും സമയമില്ല. എനിക്കിപ്പോ പോയേ പറ്റൂ. പിന്നെ കാണാം. ഷെടാ, എന്നെ 2 വാക്ക് പറഞ്ഞിട്ട് പോ. ഈ പിള്ളേരുത്. ലാൽസന സഖാവേ, അപ്പൊ പോട്ടെ.
Getting tipsy in the shop, call and curry on the house, vibing with the nut bomb, tripping on a good part. In the shop, tripping on the vibing with the thing, chilling with the jungle. Drunk, I'm a Nirukali drunk, now an alkali drunk, I'm a Nettukali, Adichu Poosu Malayali, Rajini Pola mask, if I'm drunk, baby dance, simple moves the riyad, only nod and moonwalk. എടാ ആര്യ ഇവിടെ വന്നേ മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സീർക്കർട്ടാ, ആരോടും പറയരുത്. എനിക്കുണ്ടല്ലോ നിന്നോട് ലവ് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച്. തുപ്പു ഞാൻ, വാ തുറന്നു പോകരുത്. അടിച്ച് വെളിവില്ലാതായിട്ട് കിടക്കോ. എനിക്ക് വാടാ ഇങ്ങോട്ട്. നോ ബേബി, ബേബി എന്നെ കേട്ടോ. പുന്നവര മോനെ, നിന്റെ തേങ്ങാത്തലിനെ അടിച്ചു കുറച്ച് തലവേദന നോക്കും. നീ വരുന്നുണ്ടാവില്ലയോ? നക്ഷത്രങ്ങൾ എണ്ണാൻ പോവാ. എന്നാ അവിടെ കിടന്നോ. അവന്റെ ഒരു നക്ഷത്രം. ആര്യ, അവനെവിടെടാ? ടാസിന്റെ മണ്ടയിൽ നക്ഷത്രം എണ്ണുന്നുണ്ട്. പോയി പിടിച്ചോ, അല്ലെ അവൻ വരെ നക്ഷത്രമാവും. ദൈവമേ, ഇന്നും ഫിറ്റോ? അർജുനേ, ദൈവമേ, ആദി എന്താടാ? എനിക്ക് എന്റെ അന്നമ്മയെ കാണണം. വാ പോവാം. ബെസ്റ്റ്, ഈ കോളത്തിൽ അങ്ങ് കയറി ചെല്ല്. അവിടെ നിന്നെ പൂവിട്ട് പൂജിക്കും. എനിക്കിപ്പൊ പോവണം. എടാ, നാളെ കോളേജിൽ വന്ന് കാണടാ. ഇതിപ്പോ പാതിരാത്രിയായി. വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ല, പറ്റില്ല. എനിക്കിപ്പൊ കാണണം. ഇത് വലിയ പുരുഷാണല്ലോ. ആദ്യം എനിക്ക് വാ അടയ്ക്കും. പോവാം, പണ്ടാറടങ്ങാൻ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇന്ന് എനിക്ക് സുഖമായി കിടന്നുറങ്ങണം. ഈ സമയത്ത് ഇതാരാ? അയ്യോ, എന്റെ കുരിശുപള്ളി മാതാവേ, ഇനി തീവ്രവാദികളായിരിക്കോ? ഒന്ന് മിണ്ടാതിരിയടി. ഞാൻ നോക്കാം. ഹലോ. ഇല്ലടി, എന്റെ കുഞ്ഞമ്മാരെ നാല് പറ്റും. ഇക്കടെ അങ്ങോട്ട്. അന്നമ്മോ, എടി അന്നമ്മോ, അന്നമ്മോ. അതെ, എന്താണിത്? എന്റെ കർത്താവേ. അയ്യോ, കർത്താവല്ല, അർജുൻ. എക്സ്ക്യൂസ് മീ, ഇതെന്തത്? വെള്ളടിച്ച് ബോധമില്ലാത്ത ഇവിടെ കിടന്ന് ഷോ ഇറക്കുന്നു. അതും പെൺപിള്ളേർ മാത്രമുള്ള വീട്ടില്. Aren't you ashamed of yourself? മദാമ ചേച്ചി ഇതൊക്കെ പുത്തരിയായിരിക്കും, പക്ഷെ ഇതൊക്കെ ഞങ്ങൾക്ക് സർവ്വസാധാരണമാണ്. What do you think about yourself? തെറ്റ് കാണിച്ചിട്ട് ന്യായം കേൾക്കുന്നു. ഇവിടെയുള്ള പെൺപിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ലണ്ടനിൽ നിന്നൊന്നും മാഡത്തിന് എന്താ 2 കൊമ്പുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിൽ ഇങ്ങനെയൊക്കെയാ. ഇവിടെ പിടിച്ചു നിൽക്കണേ ഇതൊക്കെ കുറച്ച് സഹിക്കണം. നിങ്ങൾക്കൊക്കെ കുടിച്ചിട്ട് തോന്നിയ പോലെ കയറാൻ ഇതെന്താ സത്രമോ? മര്യാദ തുടങ്ങിപ്പോക്കണം, അല്ലെ ഞാൻ കോപ്ഷൻ എടുക്കും. എന്നാ പിന്നെ മാഡത്തിന് ഡെയിലി വിളിക്കാൻ സമയം കാണും. കോപ്പ് അതിനാരും പിടിച്ചോണ്ട് പോടാ. അർജുൻ, വാടിച്ച് ഒതുങ്ങിയിരുന്നോണം. ആദ്യടാ ഇതിനെ വിളിച്ചോണ്ട് പോക്കെ. ഇറങ്ങാം. അർജുനെ വാടാ, എണീറ്റേ പോവാം. മതി, അന്നമ്മ കണ്ടില്ലേ? ഇനി എന്താ? എണീറ്റേ. എന്ത് ധൈര്യം ഉമ്മാർ ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കുന്നേ? ഇവിടെ കയറി വരാൻ അത്രയും ധൈര്യമുള്ളോണ്ട് കയറി വന്നു. അപ്പോ നാളെ പാക്കണം കേട്ടോ, മദാമ ചേച്ചി. ലാൽ സലാം.